ജില്ലാ പ്രസിഡന്റ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഫെനി നൈനാനും റെനോ പി രാജനുമാണ്. ഇവരടക്കമുള്ളവർക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഇതാണോ കോൺഗ്രസ് കൊടുക്കുന്ന? അല്ലല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ തൊട്ടുകൂടായ്മ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആരൊക്കെയാണ് കൂടെ വന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല. നിയമസഭയിൽ ഞാനും ഉണ്ടായിരുന്നു. വിഷ്വലും കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് അത്രയും പോകേണ്ട ആവശ്യമില്ല. ഒരു നിയമസഭാ സാമാജികൻ നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാ വന്നതെന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അല്ല, അന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിൽ നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ നീരസം പോലും കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു വെച്ചത്. അത് നീരസമായിരിക്കും. ആ നീരസം കാര്യമാക്കേണ്ടതില്ല. അത് ഗൗരവത്തിൽ ഞങ്ങൾ എടുത്തിട്ടില്ല. അതായത് അതായത് വി ഡി സതീശന്റെ നീരസം ഗൗരവത്തിൽ. അല്ലല്ല, അത് ഞങ്ങൾ കൂട്ടായിട്ടല്ലേ, ഒരാൾക്ക് മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി പദവിയിലുള്ള ഒരാൾ തന്നെ കോർ കമ്മിറ്റി ചെയർമാൻ പദവി നിയമമണ്ഡലത്തിൽ രാജിവെച്ചു. അപ്പൊ അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില വാർഡുകളിൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചില്ല. അല്ല, സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞല്ലോ. കോൺഗ്രസിൽ അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ഇപ്രാവശ്യം ഏറ്റവും മോഡൽ എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠേന നിശ്ചയിച്ച് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് വന്നത്. ചില വാർഡുകളിൽ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് അറിയിക്കും. അതൊക്കെ രമ്യമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്, പരിഹരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആള് നേതാക്കളെ തെളിവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇല്ല, അത് എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇല്ലില്ല. ഈ മണക്കാട് സുരേഷിന്റെ കാര്യത്തിൽ അപ്പോൾ രാജി പിൻവലിക്കാനുള്ള നടപടികൾ ഞങ്ങൾ ചോദിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ധാരണയിലെത്തിയിട്ടുണ്ട്. എഗ്രി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രയാസം അറിയിച്ചു, അത് പരിഹരിച്ചു, ചർച്ച ചെയ്ത് പരിഹരിച്ചു. അദ്ദേഹത്തിന്റെ പരാതി അതിവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചു. ദാറ്റ് ഈസ് സെറ്റിൽഡ്. അപ്പൊ പിന്നെ പറഞ്ഞുതരാം. ചോദ്യം നന്നായി. ഞങ്ങള് 12-ാം തീയതി സമരം കഴിഞ്ഞാൽ 2 മണിക്ക് KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം വിളിക്കുന്നു. 4 മണിക്ക് രാഷ്ട്രീയകാര്യ സമിതി പ്ലസ് MPമാര് MLAമാര്, MPമാർ ഓൾമോസ്റ്റ് എല്ലാവരും അതിൽ അംഗങ്ങളാണ്. രാഷ്ട്രീയകാര്യ സമിതി പ്ലസ് MPമാർ MLAമാർ, ആ പ്രധാനപ്പെട്ട നേതൃയോഗം 4 മണിക്കും ചേരുന്നതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്രയേറെ ഗൗരവമേറിയതാണ്. അതനുസരിച്ച് ഞങ്ങൾ ഗൗരവത്തിൽ കാണണ്ടേ. നിങ്ങളെ തിരക്ക് ഞാൻ മനസ്സിലാക്കുന്നു. പദവിയല്ല, ഉത്തരവാദിത്വം. പ്രസിഡന്റ് ഉൾപ്പെടെ പദവിയല്ല. ഞാൻ പദവി എന്ന് പറഞ്ഞിട്ടില്ല, ഉത്തരവാദിത്വം. എത്രയും വേഗം ചർച്ച ചെയ്യും. കാലാകാലങ്ങളായി ഈ ജനറൽ സെക്രട്ടറിമാരാണല്ലോ ചുമതല വെച്ചുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരാനുള്ള അതൊരു കൂടുതൽ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് 13 ട്രഷററുമാണ് നോക്കാം. എല്ലാ നല്ല അഭിപ്രായങ്ങളും പരിഹരിക്കാം. ശരി, താങ്ക് യു. എല്ലാം പരിഹരിക്കും. സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല. സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല. എങ്കിലും ഞങ്ങള് പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ, ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ അതുമായിട്ട് ഞങ്ങൾ അതിശക്തമായി അവിടുത്തെ നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. BJPയുടെ ഒരു സർക്കുലർ പുറത്തുവന്നിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിർബന്ധമായി വേണമെന്ന് പറഞ്ഞ് ഓരോ പ്രദേശങ്ങളിൽ ഓരോ പഞ്ചായത്തുകളിൽ ഇത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്നുള്ള സർക്കുലർ അതെല്ലാ മണ്ഡല കമ്മിറ്റികൾക്ക് അയച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള നീക്കം? അവർക്ക് ചില ഭയാശങ്കകൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവര് ലഡുവിലെ മുന്തിരിങ്ങ പോലെ ആരെയെങ്കിലും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ന് ഈ മുസ്ലിം ഭവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വലിയൊരു നേതാവിനെ കൂടി ഇറക്കിയിരിക്കുകയാണ് BJP. എല്ലാ മുസ്ലിം ഭവനങ്ങളിലേക്കും അതൊക്കെ അബ്ദുള്ള കുട്ടി നേരത്തെ ഇല്ലേ? UDF ശക്തിപ്പെടുത്തും. കൂടുതൽ ആളുകൾ UDFന്റെ വിജയത്തിനായിട്ട് രംഗത്ത് വരും. താങ്ക് യു ഓൾ. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.